ഹായ് ഡിയേഴ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമാണെന്ന്. അപ്പോൾ ഇത് ഞാനിന്ന് ഞായറാഴ്ച എടുത്ത വ്ളോഗാണ്. രാവിലെ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം എല്ലാ പരിപാടി നമസ്കാരം കാര്യമൊക്കെ അതിൻ്റെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെത്തി നല്ലൊരു ചൂടുള്ള ചായ കുടിക്കണം ആദ്യം തന്നെ. അങ്ങനെ ഞാനൊരു ചായ കുടിച്ചതിന് ശേഷം നമ്മൾ രാവിലേക്കൊക്കെ ചായയും കടി ഉണ്ടാക്കുന്ന പരിപാടിക്ക് ഇരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് പുട്ടാണ്. പുട്ടും കടലക്കറിയാണ് രാവിലത്തെ സ്പെഷ്യൽ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് മൈലാഞ്ചി പറിക്കാൻ വേണ്ടി പോയതാട്ടെ നമ്മളടുത്ത വീട്ടിലേക്ക്. അപ്പം മൈലാഞ്ചിൻ്റെ ഇല എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട്, കറുപ്പ് കുത്തൊക്കെ ഉള്ളൊരു ഇലയിനും. അപ്പം ഇല എന്താകുമെന്ന് അറിയില്ല. അപ്പം ഞാൻ അവിടുന്ന് ചെറിയ കമ്പുകൾ ഒടിച്ച് കണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ അതിൽ വന്ന് ഇല ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. അപ്പം ഞാൻ ഈ മൈലാഞ്ചി ഒടിച്ച് കൊടുക്കുന്നത് നമ്മളെ കാക്കുവിൻ്റെ തലയിലൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോ നരച്ച മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായിക്കണം പറിച്ച് ഇത് ഊരിക്കൊണ്ടുവരാൻ പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് സൺഡേ അല്ലേ, ഇന്നലെ എടുത്തത്. അപ്പം തിരക്കും കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് കൊടുന്നതാണ്. അങ്ങനെ ഞാൻ കൊടുന്ന മൈലാഞ്ചിക്ക് ഊരി അരക്കണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കുറച്ച് അര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് ഊറ്റിയെടുത്ത ആ വെള്ളത്തിലാണ് ഇത് അരക്കണത് കേട്ടോ. അപ്പോൾ നല്ലോണം കട്ട ചുമപ്പായിട്ട് ചുമക്കുന്ന ഉമ്മ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് അരക്കണത്. അപ്പോൾ അമ്മീമ്മ തന്നെ ഇട്ടിട്ടാണ് അരക്കണത് കേട്ടോ. മിക്സിയിലിട്ടാൽ അരഞ്ഞ് കുറച്ചുള്ളൂ. അപ്പം അരിഞ്ഞ് കിട്ടില്ല എന്ന് വിചാരിച്ചാൽ അമ്മീമ്മ തന്നെ ഇട്ട് കണ്ട് അരക്കുകയാണ്. അപ്പോൾ എപ്പോഴൊന്നും ഞാൻ അമ്മീമ്മക്ക് അരക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അമ്മി ഒരു സൈഡിൽ ചെറിയൊരു തറയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് വെച്ചേക്കുകയാണ്. അങ്ങനെ നമ്മളെ മൈലാഞ്ചി അരക്കലും മുടിച്ചലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങി. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒന്ന് കറുമൂസ് എന്താ പറയുക, കറൂത്ത, പലത് പേരല്ല എല്ലാവരും പറയാം. അപ്പോൾ ഞങ്ങളിവിടെ കറൂത്താന്ന് കേട്ടോ അറിയാം. അപ്പോൾ അത് ഞാൻ താളിക്കണ പോലെ പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചങ്ങാണ്ട് കടുക് വറുത്ത് നമ്മൾ ചിരങ്ങിയൊക്കെ താളിക്കൂലേ, അതുപോലെ ഉള്ളൊരു കറിയാണ് ഇപ്പം അന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കനും ലിവറും ഒക്കെ കൊടുന്നീന് കാക്കും. അപ്പം അന്ന് ചിക്കന് വൈകുന്നേരത്തിന് എടുക്കാമെന്ന് വിചാരിച്ചു. ലിവർ കുരുമുളകൊക്കെ ഇട്ട് വരട്ടാന്ന് വിചാരിച്ചിട്ട് ഉച്ചക്ക്. പിന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിന്. അപ്പോൾ അതും ഒന്ന് ഉപ്പേരിയാക്കി വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ.
അങ്ങനെ ഞാൻ ലിവർ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ലിവർ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ വൃത്തിയാക്കി എടുക്കണം. കാരണം എന്താ വെച്ചാൽ വേറെ ആര് പിന്നെ വൃത്തിയാക്കി തന്നാലും എനിക്ക് തൃപ്തിയാവില്ല കേട്ടോ. ഓരോന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ കേകി ഒരുപാട് പ്രാവശ്യം എനിക്ക് കേൾക്കണം. അല്ലെങ്കിൽ എനിക്ക് ഈ സാധനത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇവിടെ കാക്കൂന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സാധനം ബോട്ടി അതേപോലെ പാർട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് കുരുമുളക് ഇട്ടൊന്ന് വരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.